everyone, welcome back to my YouTube channel. എൻ്റെ പേര് അനു. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോഴാണ് ചേച്ചി വന്ന് പറഞ്ഞത് BC-ന്ന് ഫ്രൂട്ട് ട്രക്ക് നമ്മുടെ ഡൗൺ ടൗണിൽ വന്നിട്ടുണ്ട്, നമുക്ക് പോയാലോ എന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പോയേക്കാം, കാരണം ഞാൻ ഇതുവരെ ഇതുപോലത്തെ ഫ്രൂട്ട് ട്രക്ക് കണ്ടിട്ടില്ല. സോ ഞാനും ചേച്ചിയും ചേച്ചിയുടെ 3 മക്കളും അവർ ട്രിപ്ലറ്റ്സ് ആണ് കൂടിയിട്ട് ഫ്രൂട്ട് ട്രക്ക് കാണാമെന്ന് വിചാരിച്ചു. അതിനോടൊപ്പം തന്നെ കുട്ടിയൊക്കെ സ്വിമ്മിങ് ക്ലാസ്സുള്ള ദിവസം, അപ്പം സ്വിമ്മിങ് ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട് തിരിച്ചു വരാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇന്ന് അവർക്ക് വാക്സിനേഷൻ കിട്ടിയ ദിവസമാണ്, അതായത് അവരുടെ 4 ഇയേഴ്സിൻ്റെ വാക്സിനേഷൻ 3 പേർക്കും കിട്ടി. അതിൻ്റെ ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. അതുകൊണ്ട് അവർ ചാടിക്കയറി വണ്ടിയിലോട്ടങ്ങ് ഇരുന്നോളും. സോ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ അവരെയും കൂട്ടി അങ്ങ് പോയേക്കാന്ന്. ഇതാണ് ചേച്ചിയുടെ പേര് ഗീതു, മക്കളുടെ പേര് ജിയാൻ, ബ്രിയാൻ ആൻഡ് ജോജീന. അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട് ട്രക്ക് കാണാൻ വേണ്ടി വീട്ടിൽ നിന്ന് വിട്ടു. ആ വൈറ്റ് ടെൻറ്റ് കെട്ടിയേക്കുന്നതാണ് ഫ്രൂട്ട് ട്രക്കിലെ ഫ്രൂട്ട്സ് വിൽക്കുന്ന പ്ലേസ്. അതാണ് ട്രക്ക്. ആ ട്രക്കിലാണ് അവർ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ചേച്ചിയും ചേച്ചിയുടെ 3 മക്കളും നടന്നു വരികയാണ്. അപ്പം ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് ഞങ്ങളുടെ ടേൺ വന്നു. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഫ്രൂട്ട്സ്, അതായത് പീച്ചസ്, ആപ്പിൾസ്, ബെറീസ്, ഓൾ കൈൻഡ്സ് ഓഫ് ബെറീസ് അങ്ങനെയൊക്കെ. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചത് കുറച്ച് ബ്ലാക്ക് ബെറീസ് ആണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ബെറീസ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ബെറീസ്. അങ്ങനെ ഞങ്ങൾ ബ്ലാക്ക് ബെറീസൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഇനിയിപ്പോൾ അവർക്ക് സ്വിമ്മിങ്ങിന് പോകാൻ സമയമായി. അപ്പോൾ ഞങ്ങൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല, അപ്പോൾ ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അന്നേരം തന്നെ വണ്ടിയിലിരുന്ന് ഒരു ബ്ലാക്ക് ബെറി എടുത്ത് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്വീറ്റും ആയിരുന്നു. ഒരുവിധം എല്ലാ ബെറീസും നല്ല വലുപ്പത്തിലും മീൻസ് നല്ല സൈസുള്ളൊരു ബെറീസ് ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിലോട്ട് പോയി, കാരണം അവരുടെ സ്വിമ്മിങ് ടൈം ഓൾമോസ്റ്റ് ആയിരുന്നു. വീക്ക്ലി ട്വൈസ് ആണ് അവർക്ക് സ്വിമ്മിങ് ക്ലാസ്സസ് ഉള്ളത്. അതൊരു 40 മിനിറ്റ്സ് ഒക്കെയാണ് സ്വിമ്മിങ് ലെസൺസ് ഉള്ളത്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിമ്മിങ് ക്ലാസ്സസിന് പോകാൻ വേണ്ടിയിട്ട്. അവർ ഭയങ്കര എക്സൈറ്റഡ് ആണ് സ്വിമ്മിങ് പൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സ്വിമ്മിങ് പൂളിൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചാടി ഓടി നടക്കും, അതുപോലെയാണ് അവർക്ക് സ്വിമ്മിങ് ലെസൺസ്, അത്ര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ അകത്തിരിക്കത്തില്ല സ്വിമ്മിങ് ടൈമിൽ. അവരെ ഡ്രസ്സപ്പ് ചെയ്ത് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് അവരുടെ ട്രെയിനറുണ്ട്, ട്രെയിനറുടെ അടുത്ത് കൊടുത്ത് ഞങ്ങൾ പുറത്ത് വന്നിരിക്കത്തേ ഉള്ളൂ. പിന്നെ പുറത്ത് അവരുടെ ഒരു ഗ്ലാസ് കൂടുണ്ട്, അപ്പോൾ അതിലൂടെ നമുക്ക് കാണാൻ പറ്റും അവരെന്താ ചെയ്യുന്നത്, കുട്ടികൾ സ്വിമ്മ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അതിലൂടെ നോക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഞങ്ങളിപ്പം ഇതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഒരു മറയുടെ പിറകിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവരെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവരെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ മാറ്റി. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് നന്നായിട്ട് വിശന്നു. അപ്പം നമ്മൾ വാങ്ങിച്ച ബ്ലാക്ക് ബെറി ഉണ്ടല്ലോ, അത് നന്നായിട്ട് കഴുകി അവർക്ക് കൊടുത്തു. അതിനുശേഷം പുറത്ത് വന്നു കഴിഞ്ഞപ്പം അവർക്ക് ടാറ്റൂസ്, അതായത് നന്നായിട്ട് സ്വിമ്മ് ചെയ്തതിന് കയ്യിൽ അവർക്ക് ടാറ്റൂസ് അടിച്ചു കൊടുക്കും അവിടെ നിന്ന് ഫ്രണ്ട് ഓഫീസിൽ. അപ്പോൾ അതൊക്കെ അവർ വാങ്ങിച്ച് അതൊക്കെ കിട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ചൂസ് ചെയ്യാം ഏത് മൃഗത്തിൻ്റെ ടാറ്റു ആണ് വേണ്ടത്. അവർ 3 പേരും ഒരുപോലെ കൊലാലയുടെ ടാറ്റു ആണ് ചൂസ് ചെയ്തത്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു ഈവനിങ് വിശേഷങ്ങൾ ഞങ്ങളുടേത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു.